ആരാ? കൃഷി വല്ലോ ആണോ? ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. കുറച്ചു സമയത്തിനകം ശക്തി ഡോറ് തുറന്നു. നയൻ, എന്താടാ തുറക്കാൻ ഇത്ര താമസം? അകത്ത് എന്തായിരുന്നു പരിപാടി? ഏയ്, ഞാൻ കുളിക്കുമായിരുന്നു. ഞാൻ വിളിച്ച കൃഷി ആയിരിക്കുന്നു, അതാ അങ്ങനെ പറഞ്ഞേ. എന്ത് പറ്റി നയൻ? മുഖം വല്ലാണ്ടിരിക്കുന്നു. എന്ത്? ഒന്നുമില്ല ശക്തി, നീ ഇങ്ങ് വാ. നയൻ മതി, നിർത്ത്, ചോദിക്കട്ടെ. എന്തുവാ ശക്തി? നാളുകൾ കൂടിയിട്ട് ഒന്ന്. അതിന് നീയല്ലേ പറഞ്ഞേ വീട്ടുകാരുടെ കൂടെ കുറച്ചൊക്കെ നിന്ന് എൻജോയ് ചെയ്തിട്ട് വന്നാ മതിയെന്ന്? അതല്ലേ പിന്നെ ഞാൻ വരാതിരുന്നേ. ഓ, ഓക്കെ ഓക്കെ. പിന്നെ എല്ലാരെയും കണ്ടോ? ഞാൻ ബ്രോനോട് സംസാരിച്ചോ? ഹാളിൽ ഞാൻ വരുമ്പോ ആരും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. നിന്നെയാണല്ലോ എനിക്ക് കാണണ്ടേ. കണ്ടിട്ട് ഇപ്പൊ എന്നാത്തിനാണാവോ? അങ്ങനെ എന്തിനാന്നൊക്കെ ചോദിച്ചാ എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടൂടെ? ഇതിപ്പോ കൊറേ ആയില്ലേ. ആ, നീ ആദ്യം ചെന്ന് ഇവിടെ എല്ലാരെയും കാണും, എന്നിട്ടൊന്ന് പോയി കുളിക്കേ. ഓക്കെ, ഞാൻ പോയി എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാം. നീ ഏതായാലും ഒരു കുളിയോടെ കുളിക്കാൻ റെഡി ആയിരുന്നു, ഞാൻ ഇപ്പൊ വരും. ഇവൻ ഒന്ന് പോയേ. നീ അത് വിട്, ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് നോക്കാടാ. ഞാനിത് വിട്ടു, എനിക്കറിയാലോടാ ഞാൻ അവര് പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. പിന്നെ ശക്തിനെ അത്രയും മിസ് ചെയ്യുന്നുണ്ടാ ഞാനിന്ന് വന്നത്. നീ ഇന്ന് വന്നത് നന്നായി, അവനും നിന്നെ നല്ല മിസ്സിംഗ് ആയിരുന്നു. ആടാ, അതെനിക്കറിയാം. എന്നിട്ടും അവൻ എന്റെ അടുത്ത് എന്താ പറയാ പറഞ്ഞേ, അച്ഛന്റെ അമ്മേനെയും കൂടെ കുറച്ചു ദിവസം അവിടെ നിക്ക്, എന്നിട്ട് മെല്ലെ വന്നാ മതിയെന്ന്. നീ ഏതായാലും മൂടൊക്കെ ഒന്ന് മാറ്റി അവന്റെ അടുത്ത് പോയി സംസാരിക്കും, എന്നിട്ട് നല്ല ജോളി ആയിട്ടിരിക്കും. പിന്നെ അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്നേ. ഇപ്പൊ നീ ശക്തിയുടെ അടുത്തില്ല. അല്ല ശക്തി, എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നയൻ നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല? അവനൊന്നും പറഞ്ഞില്ലടാ. അവന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് കരച്ചില് വരാ. അവനും ഭയങ്കര സെഡായിരുന്നു. അച്ചടാ, അവന് നിനക്ക് കിട്ടിയത് എന്റെ പൊന്നതിന്റെ ഭാഗ്യാട്ടോ ശക്തി. പാവടാ, എന്നേക്കാൾ സങ്കടം അവനായിരുന്നു. എന്നെ ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് സംസാരിപ്പിക്കാനൊക്കെ അവൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും മൈക്ക്, എടാ ഇനി നീ അതിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. ഞാനും വിട്ടു, ഈ സംസാരം ഇങ്ങനെ ഇവിടെ തീരട്ടെ. ഞാനും വിട്ടടാ. അവനിപ്പോഴും എന്റെ പഴയ പോലെ ഒരു നല്ല ഫ്രണ്ടാ, അല്ലാണ്ട്. ആടാ, അത് പോട്ടെ. അങ്ങനെയൊന്നും നിന്റെ ലൈഫിൽ നടന്നിട്ടേ ഇല്ല. ഓക്കെ, മതി, വിട്ടേക്ക്. അല്ലടാ, നീയും മൈക്കും ഭയങ്കര ക്ലോസ് അല്ലേ? ഞങ്ങള് തമ്മിൽ എന്ത്? നിന്റെ ഫ്രണ്ടല്ലേ അവൻ, അതുപോലെ നിന്റെ ഫ്രണ്ടാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു കമ്പനി, അല്ലാണ്ടൊന്നുമില്ല. കണ്ടാ മിണ്ടും. ശക്തി, ഡാഡാ, എന്തോന്നിത്? ഇവിടെ ഒരാള് പന പോലെ നിൽക്കുന്നത് നീ കാണുന്നില്ലേ? കണ്ടല്ലോ, നീ പന പോലെ നിക്ക്, എന്ത് വേണേ ചെയ്. അതിന് ഞാനിപ്പോ എന്താ ചെയ്തിട്ടാ? ആ, നീ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതിരിക്കാനാ മുമ്പേ ഒന്ന് താക്കീത് തന്ന്. അങ്ങനെയാണല്ലേ, എന്നാ ഓക്കെ. പിന്നെ നയൻ, നീ വല്ലതൊക്കെ കഴിച്ചോ? ഇല്ല, കഴിക്കാം. അതൊന്നും പറഞ്ഞേ പറ്റൂല. നീ വന്നിട്ട് എത്ര നേരായി? ചെല്, പോയി കഴിക്കേ. ശക്തി, എനിക്കിപ്പോ വിശക്കുന്നില്ലടാ. അതെ, ഈ പാവപ്പെട്ടവൻ ഒന്ന് ഇവിടുന്ന് പൊക്കോട്ടെ, എന്നിട്ട് നിങ്ങള് ഫുഡ് കഴിക്കാണ്ടിരിക്കേ എന്ത് വേണം ചെയ്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട്. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോന്നേ? അവന്റെ കാര്യം നീ വിട്, പോയി ഫുഡ് കഴിക്കണായിരുന്നു. നീ വന്നിട്ട് എത്ര നേരായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? എനിക്കിപ്പോ ഫുഡ് കഴിക്കാൻ ഒരു മൂഡില്ല ശക്തി. ഓഹോ, പിന്നെ എന്ത് കഴിക്കാനാണാവോ മൂടുള്ളത്? അത് പിന്നെ ഫുഡ് അല്ലാണ്ട്. Can I eat you? നിനക്കിതെന്താണ്? ഇതിനൊക്കെ ഒരു സമയം കാലൊക്കില്ലേ? സമയം കാലോ? എന്ത് സമയം കാലോ? അങ്ങനെയൊന്നും ഇല്ല. നയൻ, എന്റെ അടുത്ത് വരരുത്. നിന്റെ അടുത്തല്ലാതെ ഞാൻ വേറെ ആരുടെ അടുത്ത് പോവാനാ ശക്തി? നയൻ, ഇവിടെ ആൾക്കാരുണ്ട്. അതിന് ഐ ഡോണ്ട് കെയർ.
സുരലോക ജലധാരയൊഴുകി ഒഴുകി ലലലലല. ഉഫ്, ഞാൻ എന്തൊക്കെയാണോ എന്തോ പാടുന്നേ. ഒരു കണക്കിന് ആരും തിരിച്ചറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെയൊക്കെ ഇനി കൂടെയൊക്കെ നടക്കാലോ. ഹേയ് ക്രിഷ്, എന്താണ് ഒറ്റയ്ക്ക്? ആഹാ, ഇതാര്? കൊറേ ആയല്ലോ കണ്ടിട്ട്. ഞാൻ ചുമ്മാ വീട്ടിലിങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോ ഇറങ്ങിയതാ. ഓ, നിങ്ങൾക്കും ഉണ്ടല്ലേ അപ്പോ ഈ ബോറടിയൊക്കെ? പിന്നല്ലാണ്ട്, മനുഷ്യനല്ലേ പുള്ളേ. അല്ല, ഇയാളത് എവിടേക്കാ ഇങ്ങോട്ട്? ഞാൻ ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, അപ്പൊ നീയും ഇപ്പൊ അങ്ങ് പോവല്ലേ? ഞാനൊരാള് കമ്പനിക്ക് ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ചെല്ല്, സാരമില്ല. ഏയ്, എന്റെ കൂടെ മയക്കുണ്ടെന്നേ. നീ വേണമെങ്കിൽ അവനെ കുറച്ചു നേരത്തേക്ക് കമ്പനിക്ക് എടുത്തോ. ഞാനിപ്പൊ തന്നെ തിരിച്ചു വരും. കുറച്ചു നേരം ഒന്ന് കാണാൻ വന്ന ആളെ കാണണം, അത്രേ ഉള്ളൂ. മൈക്കോ? എന്നിട്ട് എവിടെ? കാണുന്നില്ലല്ലോ. അവൻ ഉണ്ടായിരുന്നല്ലോ എന്റെ ബേക്കില്. ഫോൺ വിളിച്ച് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഹേയ് ക്രിഷ്, എന്താ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കേ ഉള്ളൂ. തന്റെ കൂടെ തന്റെ ഫ്രണ്ടില്ലേ, കണ്ടായിരുന്നു? ആ, പിന്നെ എന്തൊക്കെയുണ്ട്? കൊറേയല്ലേ കണ്ടിട്ട്. സുഖാണോ? ഓ, സുഖാണല്ലോ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് എന്നെ കാണാൻ ഭയങ്കര പ്രത്യേകതയാണല്ലോ. എന്ത് പറ്റി മൈക്ക്? ബ്യൂട്ടി പാർലറിൽ വല്ലതും പോയോ? ബ്യൂട്ടി പാർലറാ? അവിടൊക്കെ പെൺപിള്ളേരെ സ്ഥലമാണ്. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. അതിനിപ്പോ എന്താ, ആ പിള്ളേർക്ക് ബ്യൂട്ടി പാർലറിൽ പോകൂടാ? അതെനിക്കറിയില്ല. എന്തേ, താൻ പോവാറുണ്ടോ? ഞാനിതിന് ബ്യൂട്ടി പാർലറിൽ പോണം? നമ്മുടെ ആൾക്കാരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ, അത് ശരിയാ. അത് ഞാൻ വിട്ടുപോയി. സെലിബ്രിറ്റി ആണല്ലോ അല്ലേ? പക്ഷെ ഞാൻ തന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇന്നെന്തോ നിനക്കാണ് ഒരു പ്രത്യേക ഭംഗി. ആണോ? അതെന്താണാവോ? ഞാൻ ഇന്നും കുളിക്കാറുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആയിരിക്കില്ല. ഏറെ ഇപ്പൊ എന്താ? നീ എന്താ ബൈക്ക് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടാ, എന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ ഇപ്പോ നിന്നോട് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ ഒന്ന് റിലാക്സ് ആയതുപോലെ. അതിനെപ്പറ്റി കുറച്ചൊക്കെ എനിക്കും അറിയാം. നിനക്ക് സമ്മതമാണെങ്കിൽ ഇതുപോലെ എപ്പോഴും കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സീനൊന്നുമില്ല. എന്താന്ന്? ഏയ്, ഒന്നുമില്ല. ക്രിഷ്, ഡാ അളിയ, എന്നാ നമുക്ക് പോവാം. ആ, നിന്റെ സംസാരമൊക്കെ കഴിഞ്ഞാ? ഓ, കഴിഞ്ഞു. എടാ, എനിക്ക് നിന്റെ അടുത്ത് ഇതിനെപ്പറ്റി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ ക്രിഷ്, ഞങ്ങൾ പോട്ടെ? ഓ, ഓക്കെടാ, ബൈ, പിന്നെ കാണാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. എന്ത് പറഞ്ഞ ഞാൻ ഇനി അവനോടൊന്ന്? എന്നാലും കൃഷി എന്താ അങ്ങനെ പറഞ്ഞേ? അവൻ എന്തറിയാവുന്ന? ഇനി ശക്തി അവനോട് വല്ലതൊക്കെ പറഞ്ഞു കാണോ? ഡാ മൈക്ക്, നീ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടോ? ആടാ, നീ പറ. ഇനി എന്താക്കും? എത്രയെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ നമുക്ക് നമുക്ക് തിരിച്ചു കൊണ്ട സമയായില്ലേ? അത് തന്നെയാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. റോഷന്റെ കാര്യത്തില് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവന് ഞാൻ എന്ന് പറഞ്ഞ ജീവനാടാ. എനിക്കും അതുപോലെയല്ലേ. പക്ഷെ എനിക്ക് എങ്ങനെ അവനെ കൊണ്ട്? നിന്നോട് ഇപ്പൊ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല എഡ്വിൻ. നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരിക്കലും അതിനോടൊപ്പം. എടാ, നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്കിതൊക്കെ പറയാൻ എളുപ്പമാ മൈക്ക്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാലേ എന്താന്ന് മനസ്സിലാവുള്ളൂ. എന്റെ പ്രണയത്തെ ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് എനിക്ക് വന്നവിടത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതിനെനിക്ക് കഴിയില്ലടാ. എങ്ങനെയെങ്കിലും ഭൂമിയിൽ തുടരാൻ കഴിയുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, നീ പറയുന്നതും. പക്ഷേ നമ്മളിവിടെ വന്നതൊരു കാര്യത്തിന് വേണ്ടിയാ. ആ കാര്യം സാധിച്ചു. നിനക്കറിയാലോ, നമ്മളിവിടെ സ്ഥിരമല്ല. ഒരു ദിവസം നമ്മൾ എന്തായാലും ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും. ആ സമയത്തേ ആയി. ഇനി എന്താക്കണമെന്ന് നീ തന്നെ പറ. എനിക്കറിയില്ല മൈക്ക്. നിനക്ക് ഈ ഭൂമിയിൽ വേണ്ടപ്പെട്ടതായി ഒന്നുമില്ല. പക്ഷേ ഞാൻ വന്നത് അവന് വേണ്ടിയാ. ഇപ്പോ അവനെല്ലാം തിരിച്ചറിഞ്ഞിട്ടും എടാ, അവനെ പോലെ എനിക്കൊരു മനുഷ്യനാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ. നയൻ, എണീറ്റില്ലേ? ദേ എണീക്ക്, നേരം വെളുത്തു. ശക്തി, ഒരു 5 മിനിറ്റ് കൂടെ.
നീയും വാ, വന്ന് ഇവിടെ ഒന്ന് കിടക്ക്. ശേ ഇവൻ, എനിക്ക് പെയിന്റിംഗ് ക്ലാസ്സിൽ പോകാൻ ടൈമായി. ഞാൻ പോവാ. നീ എന്തായാലും മെല്ലെ എണീറ്റാ മതി, എന്നാ ഉറങ്ങിക്കോ. പെയിന്റിംഗ് ക്ലാസ്സാ? അപ്പൊ നീയല്ലേ ഇന്നലെ പറഞ്ഞേ പോകുന്നില്ലെന്ന്? അത് ഞാൻ സിറ്റുവേഷൻ ഓർത്ത് പറഞ്ഞതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ 2 വീക്സും കൂടെ ഉള്ളൂ പെയിന്റിംഗ് ക്ലാസ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതിനു മുമ്പ് എടോ ഒരു മോർണിംഗ് കിസ് തന്നിട്ട് പോ. നയൻ, രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കല്. ഇന്നലെ എന്തൊക്കെയായിരുന്നു, എന്നിട്ടായിപ്പോ ഒരു മോർണിംഗ് കിസ്. എന്തുവാ ശക്തി, അത് ഇന്നലെയല്ലേ? ഇന്നിപ്പോ വേറെ ഡേയാ. പ്ലീസ്. ജീവച്ചാൻ എവിടെന്നാ കുക്കിംഗ് പഠിച്ചേ? എനിക്ക് ആദ്യം തൊട്ടേ ഈ കുക്കിങ്ങിനോടൊക്കെ കുറച്ച് ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഷെഫ് ആവണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആയത് ഇങ്ങനെയൊക്കെ. അത് ശരിയാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ സ്വന്തം ഷെഫ് അല്ലേ? എന്നും പറഞ്ഞ് കാലാകാലം ഈ ഷെഫിന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിക്കാതെ ഇവിടെ ഒരുത്തരും വ്യാമോഹിക്കണ്ട. ഇവന്റെ ഫുഡ് ജീവിതകാലം ഫുള്ള് കഴിക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. ഉഫ്, നോക്ക് ക്രിസ്റ്റി, പൊസസീവ് ബോയ് ഫ്രണ്ട് സ്പോട്ടഡ്. ഉയ്യോ, കണ്ട് എനിക്കുണ്ട് ഒരു ബോയ് ഫ്രണ്ട്. എന്ത് ഉപകാരം എന്തോ. ജൂണെ, ഞാൻ ഇറങ്ങുവാണേ. ആഹാ, ദേ വന്നല്ലോ. പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടില്ല. ബോയ് ഫ്രണ്ട്. ആ, അപ്പൊ എന്നെ പറ്റിയാണോടാ എല്ലാം കൂടെ ഇവിടെ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ? കുറ്റമൊന്നും പറഞ്ഞില്ലടാ. അവന് ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഓഹോ, എന്നാ കാര്യം പറഞ്ഞോണ്ടിരി. എനിക്ക് ഇറങ്ങാനുള്ള ടൈമായി. നിതിൻ, ഇറങ്ങാറായോ? ഞാനും ഉണ്ട്. നീ ഇപ്പഴേ പോവാണോ? ടൈം ആയിട്ടില്ലല്ലോ ശക്തി. അത് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ പോണെന്ന് പറഞ്ഞ് ജീവിച്ചായ, അതാണ്. വെയിറ്റ്, ഞാനും ഉണ്ട്. ശക്തി, നമുക്കൊന്നിച്ചു പോവാം. ആഹാ, എന്താ ഉത്തരവാദിത്വം. ഇതൊക്കെ എപ്പോഴും കണ്ടാ മതി. അത് പിന്നെ കാണാതിരിക്കുവോ ജൂണേട്ടാ? അതെ അതെ, ഇനി ഏതായാലും നിന്ന് വൈകണ്ട. എല്ലാരും ഇറങ്ങിക്കോ. ഡാ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? ആടാ, കഴിഞ്ഞ്. വേഗം പോവാ, വിശക്കുന്ന എനിക്ക്. ഏയ് ശക്തി, നിന്നെ പിക്ക് ചെയ്യാൻ നയൻ വരുന്നുണ്ട്. നീ അവനോട് പോയാ മതി. ഓ, അല്ല, അപ്പൊ നീ വരുന്നില്ലേ? ഇല്ല ശക്തി, നിങ്ങൾ വിട്ടോ. എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. നിങ്ങളിത് എന്താ പറയുന്നേ? കറക്റ്റ് പറ. അതെന്താന്ന് വെച്ചാല്, ഈ ശക്തിയും നയനും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ ജൂണെ, അത് നയൻ അവന്റെ വീട്ടിൽ പറഞ്ഞു. ഭയങ്കര എതിർപ്പാണ്, വീട്ടിൽ നിന്നൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ. വീട്ടിൽ സമ്മതിക്കുന്നില്ലെന്നോ? അല്ല, അവനിതെന്തിനാ ഇപ്പൊ പറഞ്ഞത്? അവൻ അവിടെ നിന്ന് ശക്തിനെ വിളിക്കുന്നേയും അതുപോലെ ഫുൾ ഫോണിലല്ലേ, അവൻ കൂടെ ഇല്ലല്ലോ. അതൊക്കെ കൂടെ കണ്ടപ്പോ വീട്ടുകാർക്ക് നൈസായിട്ട് ഡൗട്ട് അടിച്ചു എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ അപ്പോഴൊന്നും അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇതിപ്പോ ശക്തി എന്നും കൂടെ പറഞ്ഞപ്പോ വീട്ടിലെന്തൊക്കെയോ. ഇവനിത് ഇപ്പൊ ഇത്ര ധൃതി പിടിച്ച് വീട്ടിലൊന്നും പറയണ്ടായിരുന്നു അല്ലേ ജോണെ? ഏയ്, പറഞ്ഞു പോയില്ലേ. ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ആരും ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടില്ലല്ലോ. നയനും എന്നോടൊന്നും പറഞ്ഞില്ല. അവൻ ഇതിനെപ്പറ്റി ശക്തിനോട് പോലും സംസാരിച്ചിട്ടില്ല. ഇതറിഞ്ഞ ശക്തിക്കും എന്നും പറഞ്ഞോണ്ടിരുന്നിട്ടും കാര്യമില്ല. എന്നായാലും ഇതിപ്പോ എല്ലാരും അറിയേണ്ടതാണല്ലോ. എന്നാലും ഒരു വീട്ടുകാരെന്താവും സമ്മതിക്കാത്തെ? അത് ചിലപ്പോ പെട്ടെന്ന് അവൻ അങ്ങനെയൊക്കെ പോയി പറഞ്ഞതുകൊണ്ടാവാം. ആരായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നൊന്നും അല്ലല്ലോ. സാരമില്ല, നമുക്കും സംസാരിച്ച് നോക്കാം. എനിക്കും അത് തന്നെ തോന്നുന്നത്. എത്ര എതിർപ്പ് കാണിച്ചാലും അവരുടെ ഇഷ്ടത്തിനൊന്നും എതിരെ നിൽക്കാൻ പോകുന്നില്ല. അതെ, നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിച്ച് നോക്കാം. ശക്തി, കൃഷി ഇങ്ങോട്ട് വന്നില്ലേ? ആ, കൃഷി വന്നല്ലോ. അവൻ ഇപ്പൊ അങ്ങോട്ട് പോയി. അവന് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന്. നീ വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോവാം. ബിസി ഒന്നും അല്ലെന്നേ, ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാ നടക്കാൻ. ശക്തി അവനോട് പെയിന്റിംഗ് ക്ലാസ്സിൽ പോയതാ. ഇപ്പോ തിരിച്ച് വീട്ടിൽ പോവായിരിക്കും. മൈ, ദേ നോക്കി, കൃഷിയല്ലേ ഇത്? ഏതെന്താ ഇന്നും ഇവിടെ? ആവോ, എനിക്കറിയില്ല. ഇന്നലത്തെ പോലെ ചിലപ്പോ അവൻ ഇന്നും വെറുതെ വന്നതായിരിക്കും. ഷേ, എന്നാവാ നമുക്കൊന്ന് പോയി സംസാരിക്കാം. ഏതായാലും ഞാൻ റോഷന്റെ അടുത്ത് പോയി കഴിഞ്ഞു. നീ ഇവിടെ പോസ്റ്റ് അല്ലേ, അവരുടെ കമ്പനി അടിച്ചോ. എഡ്വിൻ, അത് വേണോ? അതിനിപ്പോ എന്താ, നീ വാ മൈക്ക്. ഡാ, ശരി എന്നാ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ബൈ. എന്താണ് ക്രിഷ്, ഞങ്ങള് വന്നോണ്ടാണോ കോള് കട്ട് ചെയ്തേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കോളൊന്നും അല്ലെന്നേ. സോ പിന്നെ നിങ്ങളിതെന്താ ഇന്നും ഇവിടെ? സെയിം ആൾക്കാർ, സെയിം പ്ലേസ്. ഇന്നെന്താ, തനിക്ക് ആരെങ്കിലും വേറെ മീറ്റ് ചെയ്യാനുണ്ടോ? മീറ്റ് ചെയ്യാനുണ്ട്, പക്ഷേ വേറെ ആളല്ല. ഇന്നലെ കണ്ട സെയിം ആൾ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയാ ഇവൻ പോസ്റ്റാണ്. സോ താൻ കമ്പനി കൊടുക്ക്, ഞാൻ പോയിട്ട് വരാം. എനിക്ക് തോന്നി താൻ ഇപ്പൊ ഇത് തന്നെ പറയുന്നു. ശരിയെന്നാ പോയിട്ട് വാ, ഞാൻ കമ്പനി കൊടുത്തോളാം.
ക്രിഷ്, ഹലോ കെയിൻ, എന്താ ഇത്? നീ ഇതും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് നിന്നോട് പറയാനുള്ളതൊക്കെ. ഇനി ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല. എടാ നോക്ക്, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കളയാൻ എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല. സോ പ്ലീസ്, ഞാനിപ്പോ കുറച്ച് ബിസിയാണ്. നമുക്ക് പിന്നെ സംസാരിക്കാം. ക്രിഷ്, ആർ യു ഓക്കെ? നീ പറ, എന്താ പറയാൻ വന്നേ? ഇപ്പോ ആരായിരുന്നു കോൾ ചെയ്തേ? അല്ല, നിനക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയതുപോലെ. ഡിസ്റ്റർബ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ചാ അതെന്റെ ഒരു ഫ്രണ്ടാ. പെട്ടെന്ന് ഒരു ദിവസം പ്രപ്പോസ് ചെയ്തു, ഞാൻ റിജക്ട് ചെയ്തു. ബട്ട് ട്രൂ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതാണെങ്കിൽ അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. അതെന്ത് പറ്റി? നിന്റെ ഫീലിങ്സ് വേറെ ആരോടെങ്കിലും ആണോ? അല്ല മൈക്ക്, ഞാനിപ്പോ നിന്നോടാണ് എനിക്ക് ഫീലിങ്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇയാളുടെ റെസ്പോൺസ്? ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. സോ ഞാൻ ഓവർ റിയാക്ട് ചെയ്ത് കോൾ ആക്കത്തില്ല. എന്തറിയാന്ന്? ക്രിഷ്, ഇതൊക്കെ സീരിയസ് ആണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നീ എന്നെ പറ്റി കുറെ ഇനിയും അറിയാനുണ്ട്. നയൻ, കൊറേ ടൈമായി. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? പോണ്ടേ? ആ, പോവാ. ഇപ്പോ ഭയങ്കര സമാധാനം. എന്താന്നറിയില്ല. അത് ചിലപ്പോ ഇങ്ങനെ ഇതിൽ കൂടെയൊക്കെ നടന്നുകൊണ്ടാവാം. നടന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല ശക്തി, നീ ഉണ്ടായിരുന്നല്ലോ അതിന്റെ. അയ്യോ, എനിക്ക് വയ്യായേ. ഓ, എന്തു പറ്റി നിനക്ക്? അല്ല, എല്ലാം കൂടെ കേട്ടിട്ടേ ഞാൻ ആലോചിക്കായിരുന്നു എന്റെ ബോയ് ഫ്രണ്ട് എന്ത് സ്നേഹമുള്ളവനാന്ന്. അതെ, നിനക്ക് വേറെ എവിടെ കിട്ടും ഇത്രയും സ്നേഹമുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ? മാഷിയിട്ട് നോക്കിയാ കിട്ടൂല. നിന്റെ ഭാഗ്യവാ. അതെ അതെ, ഇനിയും കൂടുതൽ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. വാ, നമുക്ക് പോവാ, വീട്ടിൽ പോവാ. ഇനി അവിടെ ചെന്നിട്ടാവും ബാക്കി. അവിടെ ആവുമ്പോ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഓ, അല്ലേലും നമ്മളൊക്കെ എത്ര സ്നേഹം കാണിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഇനിയിപ്പൊ അതില് പിടിച്ചു കയറണ്ട. ഞാൻ എല്ലാം സമ്മതിച്ചു. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെ. എന്താ പോരെ? ഇനി വീട്ടിൽ പോവാമോ? ആ, നീ സമ്മതിച്ചെന്നോണ്ടൊന്നുമല്ല. ഇപ്പൊ ഇത്രയും ടൈം ആയില്ലേ, കൃഷി വീട്ടിലെത്തി കാണും. എന്നാ പിന്നെ നമുക്കും കൂടെ അങ്ങ് പോയേക്കാം. കൃഷ്, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എല്ലാം അറിഞ്ഞിട്ട് വേണം, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാ ഇപ്പൊ നിന്നോട് എല്ലാം പറഞ്ഞത്. എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നീ ഇങ്ങനെ പറയുമ്പോ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചേ പറ്റൂ കൃഷ്. ശക്തി അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്നോട് കമ്പനി അടിച്ചതും എന്റെ കൂടെ നടന്നതും ഒക്കെ. പിന്നെ നമ്മൾ തമ്മിൽ ഫസ്റ്റ് അത്രയും കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാ സംസാരിക്കാനൊരു. എന്നിട്ട് ഇപ്പൊ നീ ഇതൊക്കെ എന്നോട് പറയാനുള്ള റീസൺ? കൃഷ്, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു, ഞാനൊരു മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എല്ലാം, നിന്റെ മനസ്സും. അതുകൊണ്ടാ ഇപ്പൊ എല്ലാം പറഞ്ഞത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ എന്തൊക്കെയോ എന്നോട് പറയാൻ തുടങ്ങിയതുകൊണ്ടാ ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞത്. എന്നിട്ടും നിനക്കൊന്നും മനസ്സിലായില്ല. കൃഷ്, എന്താ നിന്റെ മൈൻഡില്? മനുഷ്യനല്ല എല്ലാം മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇത് മാത്രം മനസ്സിലായില്ലേ? മനസ്സിലാവും, പക്ഷേ ഇതൊന്നും നടക്കില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഒരിക്കലും ഇവിടെ സ്ഥിരമല്ല. എനിക്ക് തിരിച്ചു പോകേണ്ടി വരും കൃഷ്. ഒരു ദിവസം നീ അത്ര ആഗ്രഹിക്കുന്ന ടൈമില് എനിക്ക് ചിലപ്പോ നിന്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയെന്ന് വരില്ല. ഇതെല്ലാം കൂടെ ഓർത്തോണ്ടാ ഞാനിപ്പോ നിന്നോട്. മൈക്ക്, എനിക്കൊരു ആൻസറാ വേണ്ടത്. അതാ ഞാൻ നിന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. നിന്റെയും ശക്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവൻ പറഞ്ഞ ഒരു കാര്യ, നീ നിന്റെ ക്യാരക്ടർ അത് അത്രയും നല്ലതാണെന്ന്. നീ മനുഷ്യനാണോ വേറെ എന്താണോ എന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. നിന്നെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ ഞാനിപ്പോ ഇതൊക്കെ വന്ന് പറഞ്ഞത് തന്നെ. ഇതിനൊരു ആൻസർ തരാൻ പറ്റുമോ നിനക്ക്? കൃഷ്, എനിക്ക് പോണം. ബായ്, പിന്നെ കാണാം. ഇത് എവിടെ ആയിരുന്നു? ലേറ്റ് ആയിട്ടാണല്ലോ രണ്ടെണ്ണം കൂടെ വന്നു കയറിയത്. അത് ഞങ്ങള് നൈസായിട്ട് പുറത്തേക്ക് ഒന്ന് കറങ്ങി വന്നപ്പോഴേക്ക് ടൈം പോയത് അറിഞ്ഞില്ല. ഓ, നല്ലത്.
അല്ല എന്നിട്ട് ഞാൻ എവിടെ? അവൻ റൂമിൽ പോയല്ലോ. ആ എത്തിയോ? ഇന്ന് എല്ലാരും 11 ലേറ്റ് ആണല്ലോ. നിതിൻ നീ എന്ത് ലേറ്റായേ? റോഡ് ബ്ലോക്ക് ആയിരുന്നേ. ഇന്നിപ്പോ ക്രിസ്റ്റീനെ കൊല്ലുന്നാ തോന്നുന്നത്. ഞാനേ അവനൊന്ന് പോയി നോക്കിയേച്ച് വരാവേ. പാവം. ജീവജയ, കൃഷി എവിടെ? കൃഷോ? അവൻ വന്നിട്ടില്ലല്ലോടാ. അവൻ വന്നില്ലേ? ശക്തി നീയല്ലേ പറഞ്ഞേ അവൻ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിന്ന്? ആന്നേ, അവൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അപ്പൊ അവൻ എങ്ങോട്ടാ പോയത്? ഏയ് നിതിൻ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ചിലപ്പോ അവന് ബ്ലോക്കിൽ പോയിട്ട് എടുക്കുമായിരിക്കും. ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാലും മൈക്ക് എന്താ എന്നോടൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയത്? ഇനി അവൻ എന്നോട് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ലേ? അവൻ ശക്തിനെയാണോ സ്നേഹിച്ചത്? പക്ഷെ അതിനെപ്പറ്റി ഒന്നും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി അവൻ അറിഞ്ഞു കാണില്ലേ ശക്തിയും നയനും തമ്മില്? ചിലപ്പോ അവന്റെ ലോകത്ത് എന്താ ഇവിടെ നടക്കുന്നത്? അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇപ്പൊ അവനോട് അങ്ങനെയൊക്കെ? എനിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനി അവനോട്? മൈക്ക്, നിനക്ക് എന്താടാ പറ്റിയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എഡ്വിൻ. ഇന്ന് കൃഷി വന്ന് എന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ അറിയാതെ. ആടാ, എനിക്കെല്ലാം അറിയാം. നീ ഒന്ന് കൂളാവ്. എന്നിട്ട് എന്താ നിന്റെ പ്രശ്നം? അത് കറക്റ്റ് പറ. എടാ, എനിക്ക് ആ സെക്കൻഡ് മുമ്പ് വരെ അവനോട് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്താ നിനക്ക് ഫീലിങ്സ് വന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ലടാ. പക്ഷെ ശക്തി. എന്ത് ശക്തി? മൈക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ആ ചാപ്റ്റർ ഒരു തവണ ക്ലോസ് ആക്കിയതാ. ഇനി അത് പിന്നെ ഓപ്പൺ ആക്കാൻ നിക്കല്ല്. നീ നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്ക്. ഈ സ്നേഹം എന്ന് പറഞ്ഞ എന്താന്ന് പോലും എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. അതൊക്കെ എനിക്ക് ഉണ്ടോ? എന്നോട് അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും എനിക്ക് പറ്റുന്നില്ല എഡ്വിൻ. നീ ഇപ്പൊ ഒന്ന് റിലാക്സ് ആവും. എന്നിട്ട് നാളെ കൃഷ്ണനോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കും. ശരിയാവൂടാ എല്ലാം. മിഖായൽ, എഡ്വിൻ, എടാ അശരീരി, ഭൂമിയിൽ തുടരാനുള്ള നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടതാണ്. അതെ, നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ ലോകത്തേക്ക് വരാനുള്ള സമയം ആഗതമായിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് പോയ കാര്യം അതെന്ത് തന്നെയായാലും ഇതിനോടകം സാധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിവ് ചെയ്യുന്നു, നിങ്ങൾ നമ്മുടെ ലോകത്തേക്ക് മടങ്ങേണ്ട ദിവസം അത് ഇനിയൊരു അശരീരിയായി ഏത് സമയവും നിങ്ങളൊന്ന്